ഇപ്പോൾ ഷോട്ട് ഇരിക്കുന്ന പറ്റിയ ആക്സിഡൻറ്റ് നമ്മൾ നേരെ പോയി കിണറ്റിൽ വീഴുക എന്നുള്ളതിൻ്റെ പോലെ പുള്ളി കിണറിന് പോയി ഇടിച്ച് കെട്ടിമറിഞ്ഞ് വീഴുക ചെയ്തത്. അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി. അല്ല, ഹാപ്പി ഇൻ ദ സെൻസ് അങ്ങനെയല്ല. സൂര്യോദയമൊക്കെ നമുക്ക് സൂര്യോദയം ഇല്ലാതെ ഒരു ഭൂമിയിൽ ഒരു ദിവസം ഉണ്ടാവില്ല. പക്ഷെ ഒരു ആട് ക്യാമറയുടെ മുന്നിൽ വന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രയാസമുള്ളൊരു കാര്യമാണ്. സൈഫൈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാരക്കരയുടെ ലോഗോ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കാൻ ചാൻസ് ഉള്ള റെഗുലാരിറ്റി ആയല്ലേ. കാഴ്ചയുടെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? ആ കടലാസ് ചവിറ്റുകൊട്ടിൽ ആ അഡ്രസ്സ് എഴുതി കൊടുത്ത കടലാസ്, എന്തെങ്കിലും അവൻ്റെ ആരും വന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത കടലാസ് ചവിറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് ആൾ തിരിച്ചു നടന്നപ്പോൾ നമുക്കറിയാം ഒരിക്കലും അയാളുടെ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പം സുരേഷ് ഗോപി ചോദിച്ചു, പപ്പേട്ട ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിക്കോട്ടെ, ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായി ജീവിച്ച ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, തിരിഞ്ഞ് നോക്കട്ടെ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അന്ന് കൂടെ നിന്ന ആളാണ് ഞാൻ. നമുക്കിപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ്. കിഷ്കിന്ധ കാണ്ടം പോലെ ഒരിക്കലും ഓണത്തിന് ഇറക്കരുതെന്ന് പറഞ്ഞ ഒരു സൈഡിൽ ആൾക്കാർ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണപ്പടമായിട്ടൊരു കൊച്ചു പടം വരുന്നു, അത് അടിച്ചിട്ട് പോകും. ഈ വാള് കുത്തുന്ന സമയത്ത് ക്യാമറ ഡൗൺ പോകുമ്പം ഈ മുഖത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റ് സണ്ണിങ്ങനെ ഇതായിട്ടൊരു ഷോട്ട് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരത്തെ അത് കിട്ടാത്തത് ഇങ്ങനെ ഒരു നല്ല സാധനം കിട്ടാനായിരുന്നു. ഡ്രോണിൻ്റെ മോണിറ്ററിൽ ഇത് കാണാൻ പോലും പറ്റില്ല, കാരണം ഭയങ്കര തീരെ ചെറുതായതുകൊണ്ട് ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു കാണാൻ പറ്റില്ല. ഡ്രോൺ ഓപ്പറേറ്ററിങ്ങനെ പറയുന്നുണ്ട് ഇതിന് 2 ലക്ഷം രൂപ വേണം, 3 ലക്ഷം രൂപ വേണം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, സാർ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോട്ട് എടുത്തിട്ട് ഞാൻ ഷോട്ട് കണ്ടിട്ടില്ല. ആക്ച്വലി ആൾക്കാർ ഭയങ്കര ചൂസ് ചെയ്യണം, ഏതാണ് തിയേറ്ററിൽ കാണേണ്ടത്, ഏതാണ് OTT കാണേണ്ടത്. ഞാൻ അങ്ങനെയാണ്. ഇപ്പം നമ്മളങ്ങനെയാണെങ്കിൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. സോ അതൊരു സൈക്കോളജിയാണ്.